ആശ്രമം മൈതാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി പി സി സൈഫുദ്ദീൻ ചേരുന്നു. സൈഫുദ്ദീൻ, ഇന്ന് ഏതൊക്കെ മത്സര ഇനങ്ങളാണ് നടക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നിഷാദ്, ഇപ്പോൾ 24 വേദികളും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ 11:30 മണിയോടുകൂടി എല്ലാ വേദികളും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗ്ലാമർ ഐറ്റങ്ങളെല്ലാം, ജനപ്രിയ ഇനങ്ങളെല്ലാം ഇന്ന് ഉദ്ഘാടന ദിവസം തന്നെ വേദിയിലേറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. ഇപ്പോൾ ആശ്രാമ മൈതാനിയിൽ ഒന്നാമത്തെ വേദിയിൽ ONV സ്മൃതി ഹാളിൽ ONV സ്മൃതി വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മോഹിനിയാട്ട മത്സരമാണ്. വലിയ നിറഞ്ഞു കവിഞ്ഞൊരു വേദിയാണ് ഒന്നാം വേദിയിൽ നമ്മൾ കാണുന്നത്. 5000-ഓളം ആളുകൾക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകൾ നിന്നുകൊണ്ട് ഈ മത്സരം ഈ ചൂടിനിടയിലും വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ വേദിയിൽ ഭരതനാട്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാം വേദിയിൽ മാർഗം കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആറാം വേദിയിൽ മാപ്പിള കലാരൂപമായ അറബനമുട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് കഥകളി 7-ാം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാക്യാർകൂത്ത് 7-ാം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ജനപ്രിയ ഐറ്റങ്ങളെല്ലാം ഈ സമയം വേദിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഉച്ച കഴിഞ്ഞും എല്ലാ വേദികളിലും നല്ല ഐറ്റങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ വേദിയിൽ വൈകുന്നേരം 5 മണിയോടുകൂടി സംഘനൃത്തം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ആൾക്കൂട്ടം, കാഴ്ചക്കാരുടെ വലിയ നിര സ്വാഭാവികമായും ഈ ആശ്രാമ മൈതാനത്തേക്ക് വൈകുന്നേരവും എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് സംഘാടകരുടെ പ്രതീക്ഷ. അപ്പോൾ വലിയ ചൂടാണ്. അപ്പോൾ ഈ ചൂട് ആളുകൾക്കും മത്സരാർത്ഥികൾക്കും ഒക്കെ വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പോയിന്റുകളിലും കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട്. ആ നിലക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുന്നു. ഇനി 5 രാപ്പകലുകൾ മത്സര ചൂടിൻ്റെതാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള പോരാട്ട ചൂടിൻ്റെതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുറെ കൂടെ, ഇന്നിപ്പോൾ എല്ലാ വേദികൾ 59 ഇനങ്ങൾ വേദികളിൽ എത്തിക്കഴിഞ്ഞു. 24 വേദികളും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. 14,000-ഓളം മത്സരാർത്ഥികൾ ഇവിടെ രാവിലെ തന്നെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി സജ്ജമാണ്. ആ നിലക്ക് കൊല്ലം സജ്ജമാണ്. കലാകേരളത്തിന് തലസ്ഥാനമായി കൊല്ലം മാറിയിരിക്കുന്നു. 5 കിലോമീറ്ററിനുള്ളിലായി 24 വേദികളും സജ്ജീകരിച്ചിട്ടുണ്ട് സംഘാടകർ. ഒപ്പം ഊട്ടുപുരയും എല്ലാം, അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ വേദികളും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിഞ്ഞ നിഷാദ്. ശരി, സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.